എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ പാർട്ടികളിൽ വിളമ്പുന്ന വളരെ സ്വാദിഷ്ടമായ നല്ലൊരു ചിക്കൻ കറിയാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകതയാവട്ടെ നല്ല തിക്ക് ഗ്രേവിയാണ്. പാർട്ടി സ്പെഷ്യൽ ചിക്കൻ കറി ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാകും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനെന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇനി ആർക്കും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ഏതൊരു സൈഡ് ഡിഷിന്റെ ഒപ്പം വിളമ്പാനും സൂപ്പറാണ്. ഞാനിന്നിവിടെ 1.5 കിലോ അളവിലുള്ള ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് കൂടുതൽ അളവിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഇതിന്റെ മെഷർമെന്റ് എല്ലാം തന്നെ നമ്മുടെ വീഡിയോയിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അളവുകൾ കൂട്ടിയെടുത്ത് ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. പാർട്ടി സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഈ ഒരു ചിക്കൻ കറി ഒരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. നമ്മളിതിലേക്ക് സവാള വഴറ്റുന്നില്ല, പകരമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത സവാള വെച്ചിട്ടാണ് കറി തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ വേണോട്ടോ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ 50 ഗ്രാം അളവില് ഷൂസും 6 പച്ചമുളകും 2 തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി എടുക്കുമ്പോൾ ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർക്കാവുന്നതാണ്. ഇനി തക്കാളിയും പച്ചമുളകും കാഷ്യൂസൊക്കെ ഒന്ന് വാടി കിട്ടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂസൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ചൂടാറിയതിനു ശേഷം ഒന്ന് അരച്ചുകൂടി വെക്കേണ്ടതാണ്. വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടെ എടുത്ത് വെക്കണം. 2 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1 സ്പൂൺ അളവില് ചിക്കൻ മസാല, 1/2 സ്പൂൺ അളവില് ഗരം മസാല, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ബേ ലീഫ് ചേർക്കാം, 3 കഷ്ണം കറുവപ്പട്ട, 5 ഏലക്കായ, 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകവും 5 കറിയാമ്പും 1 തക്കോലും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും മസാലകൾ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകൾ മൂത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കൂടെ ചേർക്കാം. ഈ ഒരു സമയത്തും ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടും. അതിനുശേഷം പൊടികൾ നല്ല പോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. 1 മിനിറ്റ് മാത്രം മതിയാകും ഇതുപോലെ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടും. പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പീസുകൾ ചേർത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റുന്ന സമയത്ത് ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ഫുൾ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ചിക്കൻ പീസുകളിലേക്ക് നല്ല പോലെ ഇപ്പോൾ മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും ചേർത്തിട്ട് നല്ല പോലെ കഷ്ണങ്ങൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ടും. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് വഴറ്റിയെടുത്തിട്ടുള്ള ചേരുവകളും ഫ്രൈ ചെയ്തെടുത്ത 3 സവാളയും നമുക്കൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന സവാള ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാവുന്നതാണ്. ഞാനിവിടെ വലിപ്പമുള്ളതായതുകൊണ്ട് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളതും. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ല പോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരമാണ് നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകൾ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു മസാലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അരച്ച മസാല ചേർത്താൽ വീണ്ടും 1 മിനിറ്റ് നേരം കൂടെ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അരപ്പൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരികയും അതിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല പോലെ വഴണ്ട് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടതും. ഇനിയിപ്പോൾ വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
നമുക്ക് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരമാണ് നമുക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള സമയം. ആ ഒരു സമയത്തെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറി ഇതുപോലാണ് ഇരിക്കുന്നത്. കറിയിൽ അല്പം ചാറ് കൂടുതലായതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല തിക്ക് ഗ്രേവിയിലേക്ക് കറിയായി വന്നോളൂ. ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്ക് ഗ്രേവിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല, ഉലുവ ഇല ഉണക്കിയതാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഇലയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ കാറ്ററിംഗ് സ്പെഷ്യൽ പാർട്ടിയിൽ വിളമ്പുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല തിക്ക് ഗ്രേവിയിലാണ് നമ്മുടെ കറി ഇവിടെ പാകമായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പാർട്ടികളിൽ വിളമ്പുന്ന ചിക്കൻ കറിയുടെ രുചി രഹസ്യം തേടിയിട്ട് എങ്ങോട്ട് പോവണ്ട, ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.